മഹാകൻ എന്ന് മുജാഹിദുകൾ വിശേഷിപ്പിക്കുന്ന ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിൽ അദ്ദേഹം എഴുതുന്നത് കാണുന്നു. വഖദ് ഹദ്ദഥനി ഗൈറു വാഹിദിൻ മിമ്മൻ കാന ഗൈറ മാഇരിൻ ഇലാ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് വലിയ അടുപ്പമൊന്നും പുലർത്താത്ത ഒന്നിലധികം ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരോട്? ഇബ്നുൽ ഖയ്യിമിനോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അന്നഹു റആഹു ബഅദ മൗതിഹി, മരണത്തിന് ശേഷം അവർ ഇബ്നു തൈമിയ്യയെ കണ്ടുമുട്ടിയും. പാളക്കിതാബിലല്ലോ, അതാ ഞാൻ പറഞ്ഞത്, പാളക്കിതാബിലല്ലത്. ഇബ്നു തൈമിയ്യയെ ഇവര് പല പ്രാവശ്യം കണ്ടുമുട്ടിയിട്ടുണ്ട്. വസഅലഹു അൻ ശൈഇൻ കാന യുഷ്കിലു അലൈഹി മിൻ മസാഇലിൽ ഫറാഇദ് വഗൈരിഹാ, അനന്തരാവകാശത്തിന്റെ നിയമങ്ങളും അല്ലാത്ത ധാരാളം കെട്ടിക്കൊടുക്കുള്ള മസാലകളുമൊക്കെ മരണത്തിന് ശേഷം ഇബ്നു തൈമിയ്യയെ ചിലർ കണ്ടുമുട്ടി ഇബ്നു തൈമിയ്യയോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിക്കുന്നു. അവർക്കെല്ലാം മരണത്തിന് ശേഷം കൃത്യമായി ഇബ്നു തൈമിയ്യ ഉത്തരം കൊടുത്തു എന്ന് ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിന്റെ കിതാബുർ റൂഹിൽ എഴുതി വെക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, മരിച്ചതിന് ശേഷം ഉത്തരം കിട്ടും, അത് ഇബ്നു തൈമിയ്യ ഉത്തരം കൊടുത്തിട്ടുണ്ട് എന്ന് ഒന്നിലധികം ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. പല സംശയമുള്ള വിഷയങ്ങളും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയോട് ചോദിച്ചിട്ട് കൃത്യമായ മറുപടി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം കൊടുത്തിട്ടുണ്ട് എന്ന് ഇബ്നുൽ ഖയ്യിം എഴുതുന്നു. ഞാൻ ചോദിക്കട്ടെ, മരിച്ചാൽ ഉത്തരം കൊടുക്കൂലേ? ഉത്തരം ചെയ്യുമെന്ന് ഇബ്നുൽ ഖയ്യിം പറയുന്നു. അത് അനുഭവമാണ്, ഇബ്നു തൈമിയ്യ കൊടുത്തിട്ടുണ്ട് എന്നും പറയുന്നു. ഇബ്നുൽ ഖയ്യിമിനെയും നിങ്ങൾ തള്ളുമോ? ഇനി ആരെങ്കിലും